മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയനിഴലിലായ ജഡ്ജിക്ക് നടിയാക്രമണ കേസിൽ വിധി പറയാൻ അർഹതയുണ്ടോ? ദിലീപിനെ ഉൾപ്പെടെ വെറുതെ വിട്ട നടപടി നിയമപരമായി നിലനിൽക്കുമോ? സർക്കാരിന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ നൽകിയ നിയമോപദേശം പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് രണ്ട് തരം സമീപനമാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളാണ് നിയമോപദേശത്തിലുള്ളത്. കേസിൽ ഇനി എന്താകും സർക്കാരിൻ്റെ നീക്കം? കോടതി വിധിക്കെതിരെ ഉടൻ അപ്പീൽ നൽകുമോ? ഇതോടൊപ്പം ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുക്കി സുഹൃത്ത് ജോബിയുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞത് മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായ ജഡ്ജിയാണ്. അതിനാൽ വിചാരണ കോടതി ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് സർക്കാരിന് നൽകിയ നിയമോപദേശത്തിൽ പ്രോസിക്യൂഷൻ പറയുന്നത്. ദിലീപിനെ വെറുതെ വിടാൻ തയ്യാറാക്കിയ വിധിയെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനിയടക്കം 6 പേരെ ശിക്ഷിച്ചപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ ഇതേ മൊഴികളിൽ കോടതി അവിശ്വസിച്ചു. പ്രോസിക്യൂഷൻ്റെ തെളിവുകളെ പക്ഷപാതപരമായാണ് കോടതി സമീപിച്ചതെന്നും ആരോപണമുണ്ട്. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ വേളയിലുടനീളം പക്ഷപാതപരമായും വിവേചനപരമായുമാണ് കോടതി പെരുമാറിയതെന്ന് എടുത്തു പറയുന്നു പ്രോസിക്യൂഷൻ. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിടുകയെന്ന ഉദ്ദേശത്തോടെ മാത്രം എഴുതിയതാണ് വിധി. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെയുള്ള സാക്ഷിമൊഴികളെല്ലാം അതേപടി അംഗീകരിച്ച കോടതി മൊഴിയിൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾ മാത്രം തള്ളി. ഇവ പരിശോധിക്കുവാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ്. തെറ്റായ വ്യാഖ്യാനം ചമച്ച് ദിലീപിനെ രക്ഷിക്കാൻ സാക്ഷിമൊഴികളെല്ലാം വസ്തുതാവിരുദ്ധമായി വിധിയിൽ ഉദ്ധരിച്ചു. ദിലീപിന് ദോഷം വരാതിരിക്കാൻ പൾസർ സുനിക്കെതിരെ ചുമത്തിയ ചില വകുപ്പുകൾ പോലും ഒഴിവാക്കി. 1709 പേജുകളിൽ അനാവശ്യവും അപ്രസക്തവുമായ കാര്യങ്ങൾ വിസ്തരിച്ചു പറയുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയനിഴലിൽ തുടരുന്ന ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല. കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ വളച്ചൊടിച്ച് തെറ്റായി വിധിയിൽ ചേർത്തെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു. അവരുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്ന തരത്തിൽ വിധിയിൽ പരാമർശങ്ങളുമുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് അനുമതിയും നൽകിയിട്ടുണ്ട്. ഈ മാസം 20-നുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് നീക്കം. കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്ത് ജോബി ജോസഫിന്റെ കൈവശം കൊടുത്തുവിട്ട പൊതിയിൽ എന്തായിരുന്നു? അതിജീവിതയ്ക്ക് നൽകിയത് ഗർഭചിത്രത്തിനുള്ള മരുന്നായിരുന്നു. അതിജീവിതയ്ക്ക് താനൊരു പൊതി കൈമാറിയിരുന്നുവെന്നാണ് ജോബി ജോസഫിന്റെ മൊഴി. പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്നും രാഹുലിൻ്റെയും അതിജീവിതയുടെയും സുഹൃത്താണ് പൊതി തന്നുവിട്ടതെന്നും ജോബി പറയുന്നു. ഗർഭചിത്രം നടത്താൻ ഗുളിക കൈമാറിയത് ജോബി എന്നായിരുന്നു അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. ഇതോടെ 2ാം പ്രതി ജോബി ജോസഫിന്റെ മൊഴി കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉരുക്കായേക്കും. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണ് എന്നായിരുന്നു പരാതിക്കാരിയുടെ മൊഴി. പത്തനംതിട്ടയിലെ യുവ വ്യവസായിയാണ് ജോബി ജോസഫ്. രാഹുലിന്റെ അടുത്ത സുഹൃത്തായ ജോബിയാണ് ഗർഭചിത്രത്തിനുള്ള മരുന്നെത്തിച്ചതെന്ന് യുവതിയുടെ മൊഴിയിൽ പറഞ്ഞിരുന്നു. ഈ മൊഴി ശരിവെക്കുന്നതാണ് ജോബിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. കുഞ്ഞുണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. മരുന്ന് കഴിച്ചെന്ന് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തിയെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. യുവതിയുടെ മൊഴിയിൽ പറയുന്ന ഗുളികകൾ ഡോക്ടറുടെ കുറിപ്പടിയോടും നിയമപരമായ മാർഗനിർദ്ദേശങ്ങളോടും കൂടി മാത്രമേ നൽകാൻ പാടുള്ളൂ. എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് യുവതിക്ക് മരുന്നുകൾ കൈമാറിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു.
ജാമ്യം ലഭിച്ച ജോബിയുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഫോൺ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോബിക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ ഫോൺ കൊണ്ടുവരാത്തതിനെ തുടർന്നാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. ഫോൺ ഹാജരാക്കിയില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരാണും പെണ്ണും തമ്മിൽ പ്രണയിക്കുന്നത് തെറ്റാണോ? പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും നിയമപരമായി ഇതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ പ്രണയം നടിച്ച് പീഡിപ്പിക്കുന്നതും ലൈംഗിക ബന്ധത്തിന് ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതും കുറ്റകരമാണെന്ന് പുരുഷന്മാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇല്ലലെ ഏത് ഉന്നതനാണെങ്കിലും പണി കിട്ടും കേട്ടോ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ CASF ഉദ്യോഗസ്ഥന് കുരുക്കായത് സഹപ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ്. ഉത്തർപ്രദേശ് സ്വദേശി സുമിത് മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നുവെന്ന് അറിഞ്ഞതോടെയാണ് വനിതാ ഉദ്യോഗസ്ഥ പരാതി നൽകിയത്. മുംബൈ പോലീസ് തിരുവനന്തപുരത്തെത്തിയാണ് CASF SIയെ അറസ്റ്റ് ചെയ്തത്. സഹപ്രവർത്തകയായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ CISF SI അറസ്റ്റിലായത്. വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗം SIയും ഉത്തർപ്രദേശ് ബാഗ്പത് നഗ്ലിയ വില്ലേജ് സ്വദേശിയുമാണ് അറസ്റ്റിലായ 29-കാരൻ സുമിത് അമിർപാൽ പൻവീർ. മുംബൈ നിർമ്മൽ നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ ദീപക് ഖരാഡെയും സംഘവുമാണ് സുമിത്തിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം മുംബൈ വിമാനത്താവളത്തിൽ ജോലി ചെയ്യവെയാണ് ഇയാൾ സഹപ്രവർത്തകയായ ഉദ്യോഗസ്ഥയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചത്. അടുത്തിടെയാണ് സുമിത് അമർപാൽ സ്ഥലം മാറി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഇയാൾ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതറിഞ്ഞാണ് പീഡനത്തിനിരയായ വനിതാ ഉദ്യോഗസ്ഥ പോലീസിന് പരാതി നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പോലീസ് സംഘം CISFന്റെ മേലുദ്യോഗസ്ഥരെ വിവരമറിയിച്ച ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ വലിയതുറ പോലീസ് സ്റ്റേഷനിലും തുടർന്ന് കോടതിയിലും ഹാജരാക്കിയ ശേഷം മുംബൈയിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന സാഹചര്യം എത്ര സംസ്ഥാനങ്ങളിലുണ്ട്? ഓടുന്ന വാഹനത്തിലും പൊതുസ്ഥലത്തുമൊക്കെ പെൺകുട്ടികൾ ലൈംഗികാതിക്രമത്തിന് ഇരകളാകുന്ന കാഴ്ച. ഭയത്തോടെയാണ് ഇവിടെ സ്ത്രീ സമൂഹം ജീവിക്കുന്നത്. UPയിലെ കാൺപൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ 14-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തത് SIയും സുഹൃത്തും ചേർന്നാണ്. കേസിൽ യൂട്യൂബറായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതിയായ SI അമിത് കുമാർ ഒളിവിലാണ്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് DCPയെ സ്ഥലം മാറ്റുകയും SHOയെ സസ്പെൻഡ് ചെയ്തു. കാൺപൂരിൽ 14-കാരിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകനും യൂട്യൂബറുമായ ശിവ് ബാരൻ യാദവാണ് അറസ്റ്റിലായത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന SI അമിത് കുമാർ മൗര്യ ഒളിവിലാണ്. ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് വിവരം. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച സ്കോർപിയോ SIയുടേതാണ്. ഈ വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന പ്രതിയെ കണ്ടെത്താനായി തിരച്ചിൽ ഊർജിതമാക്കുകയാണ് കാൺപൂർ പോലീസ്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റെയിൽവേ ട്രാക്കിലേക്ക് നടക്കുമ്പോൾ ഒരു SUV തന്റെ അരികിൽ നിർത്തിയതായി പെൺകുട്ടി മൊഴി നൽകി. പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി. പോലീസ് യൂണിഫോം ധരിച്ച ഒരാളാണ് വാഹനം ഓടിച്ചിരുന്നത്. റെയിൽവേ ട്രാക്കിന് സമീപം ഒറ്റപ്പെട്ട സ്ഥലത്തുവച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ വീടിന് സമീപം ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളയുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂർ ശേഷമാണ് പെൺകുട്ടിയെ ഇവർ തിരികെ എത്തിക്കുന്നത്. പരിക്കേറ്റ പെൺകുട്ടിയെ സഹോദരനാണ് ആദ്യം കാണുന്നത്. തുടർന്ന് ഉടൻ ആശുപത്രിയിലെത്തിക്കുകയും പരാതി നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് കുടുംബം ആരോപിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടതിന് ശേഷം മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. FIRൽ ആദ്യം പോലീസ് യൂണിഫോം ധരിച്ച പ്രതിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. ഇരയുടെ ആരോപണങ്ങൾ അവഗണിച്ചതായും പ്രാഥമിക അന്വേഷണം നടത്താൻ മുൻകൈയെടുത്തില്ല എന്നും പ്രധാന പ്രതിയായ SIക്ക് ജില്ല വിട്ടുപോകാൻ മതിയായ സമയം നൽകിയതായും
വ്യക്തമായതോടെയാണ് 2 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിച്ചത്. പോലീസ് കമ്മീഷണർ രഘുബീർ ലാൽ ആണ് DCP ദിനേശ് ചന്ദ്ര ത്രിപാഠിയെ സ്ഥലം മാറ്റുകയും സച്ചണ്ടി SHO വിക്രം സിംഗിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഒളിവിൽ പോയ SIയെ പിടികൂടുന്നതിനായി 4 സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നതായും കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് 18 ഉത്തർപ്രദേശ്. അന്യ സംസ്ഥാനങ്ങളിൽ പോയി പ്രതികളെ സാഹസികമായി പിടികൂടുന്ന കേരള പോലീസിനെ കുറിച്ച് പലപ്പോഴും അഭിമാനത്തോടെയാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികളെ പിടികൂടാൻ എത്തുന്ന പോലീസുകാരെയും നമ്മൾ സഹായിക്കാറുണ്ട്. എന്നാൽ ഇതിൽ സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ചില പോലീസുകാരെക്കുറിച്ചും പറയാതെ വയ്യ. എറണാകുളം കുറുപ്പുംപടി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒതുക്കി തീർക്കാൻ ഇടനിലക്കാരായി നിന്ന് കൈക്കൂലി വാങ്ങിയത്. കൈക്കൂലിയുടെ ഒരു വിഹിതം ഗുജറാത്ത് പോലീസിലെ 2 ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിന് പിന്നാലെ കുറുപ്പുംപടി സ്റ്റേഷനിലെ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ായി നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലെ തുടർന്നാണ് കുറുപ്പംപടി സ്റ്റേഷനിലെ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് ഗ്രേഡ് SI റൌഫ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഫീഖ്, ഷക്കീർ, സഞ്ജു എന്നിവർക്കെതിരെയാണ് നടപടി. നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പ്രതികളിൽ നിന്ന് വാങ്ങിയ 6.6 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയും കുറുപ്പംപടി സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർ പങ്കിട്ടെടുക്കുകയായിരുന്നു. ഗുജറാത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഗുജറാത്ത് പോലീസിലെ 2 ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തിയപ്പോഴായിരുന്നു സംഭവം. പ്രതികൾ കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഗുജറാത്ത് പോലീസ് പ്രാദേശിക പോലീസിന്റെ സഹായം തേടി. സ്റ്റേഷനിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ ഗുജറാത്ത് പോലീസിനൊപ്പം അന്വേഷണത്തിനായി പോയി. പ്രതികളെ കണ്ടെത്തിയതോടെ കുറുപ്പംപടി പോലീസിലെ ഉദ്യോഗസ്ഥർ ഇടനിലക്കാരായി മാറി. അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി 2 പ്രതികളിൽ നിന്നുമായി 3.3 ലക്ഷം രൂപ വീതം വാങ്ങി. ഇതിൽ നിന്ന് ഗുജറാത്ത് പോലീസുകാർക്ക് 30,000 രൂപ വീതം നൽകി. ബാക്കി 6 ലക്ഷം രൂപ കുറുപ്പംപടി പോലീസിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് വീതം വെച്ചുവെന്നാണ് കണ്ടെത്തൽ. അത്യന്തം രഹസ്യമായി നടത്തിയ ഈ പണമിടപാട് രഹസ്യാന്വേഷണ വിഭാഗമാണ് കണ്ടെത്തിയത്. ഈ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കൈമാറിയതോടെയാണ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി പുറത്തായത്. പ്രാഥമിക അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റിയതായി സ്ഥിരീകരിച്ചിരുന്നു. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് 18 പെരുമ്പാവൂർ. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. പണവും കൈക്കൂലിയും കൊടുത്താൽ ഏത് കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥ. അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇടനിലക്കാരാകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ് ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെതിരായ കൈക്കൂലി ആരോപണം. നയതന്ത്ര സ്വർണ്ണക്കടത്തുൾപ്പെടെ വിവാദമായ നിരവധി കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രാധാകൃഷ്ണനെ ഒടുവിൽ സർവീസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. കൈക്കൂലി ആരോപണമടക്കം നിരവധി ആക്ഷേപങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് നടപടി. P രാധാകൃഷ്ണനെ പുറത്താക്കി കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രാലയം ഉത്തരവിറക്കിയത്. നിലവിൽ ജമ്മു കാശ്മീരിൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. കഴിഞ്ഞ ജൂണിലാണ് രാധാകൃഷ്ണനെ ശ്രീനഗർ സോണൽ ഓഫീസിലേക്ക് മാറ്റിയത്. സ്ഥലം മാറ്റം ചോദ്യം ചെയ്ത P രാധാകൃഷ്ണൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയും സമീപിച്ചിരുന്നു. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന P രാധാകൃഷ്ണനെ ഡെപ്യൂട്ടി ഡയറക്ടറായി ചെന്നൈയിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു. വീണ്ടും തിരികെ കൊച്ചിയിലെത്തിയ P രാധാകൃഷ്ണൻ അന്വേഷണ യൂണിറ്റുകളിൽ ഒന്നിന്റെ ചുമതലയും വഹിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണ ഘട്ടങ്ങളിൽ അന്വേഷണ വിവരങ്ങൾ ചോർന്നതായി വിമർശനമുയർന്നിരുന്നു. ധനകാര്യ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള നിർബന്ധിത പിരിച്ചുവിടൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരു വ്യവസായിയിൽ നിന്നും പണം തട്ടാൻ ഇടനിലക്കാർ വഴി ശ്രമിച്ചു എന്ന കേസിൽ കൊച്ചി സോണൽ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിവരികയാണ്. പല കേസുകളും പണം വാങ്ങി ഒതുക്കുന്നു എന്ന ആക്ഷേപമാണ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിരുന്നത്. സമാനമായ ആരോപണം തന്നെയാണ് P രാധാകൃഷ്ണനെതിരെയും ഉന്നയിച്ചത്. ഇതിൽ ED തന്നെ അന്വേഷണം നടത്തിയിരുന്നു. EDയുടെ കണ്ടെത്തലിന്റെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടിയിലേക്ക് കടന്നത്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിലിപ്പോൾ കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലേ.
നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ തമ്മിൽ സൗഹൃദം പുതുക്കാനും സല്ലപിക്കാനുമൊക്കെയാണ് ഇതുപോലുള്ള സമൂഹ മാധ്യമ കൂട്ടായ്മകൾ. എന്നാൽ പല ഗ്രൂപ്പുകളും സാമൂഹ്യ വിപത്തായി മാറുകയാണ്. സൗഹൃദ സംഭാഷണത്തിന് രൂപീകരിച്ച ഗ്രൂപ്പുകൾ വഴി ഭീഷണിപ്പെടുത്തലും അസഭ്യവർഷവുമൊക്കെയുണ്ട്. കാസർഗോഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചീത്ത വിളിച്ചുവെന്ന് ആരോപിച്ചാണ് യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബേക്കൽ സ്വദേശി അബ്ദുൾ റഹ്മാനെ ആക്രമിച്ച കേസിൽ നാട്ടുകാരൻ കൂടിയായ അസീസാണ് പിടിയിലായത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ചീത്ത വിളിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതി അറസ്റ്റിലായത്. ഹദാദ് നഗറിലെ അസീസിനെയാണ് ബേക്കൽ SI T അഖിൽ അറസ്റ്റ് ചെയ്തത്. ബേക്കൽ ഹദാദ് നഗറിലെ മുഹമ്മദ് ഷാനിദ് അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. പ്രതിക്കെതിരെ നേരത്തെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അടിവയറ്റിലും പുറത്തും തോളിലും നെഞ്ചിലും കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. ഹദാദ് നഗറിലെ വലിയ പള്ളി എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തി കുത്തിയെന്നാണ് പരാതി. ഗോൾഡ് ഹിൽ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതിയെ ചീത്ത വിളിച്ചുവെന്നാരോപിച്ചാണ് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന കാലം. 2008 ഡിസംബർ 31 തലശ്ശേരി തലായിയിൽ ഭീതി പരത്തിയ ഒരു കൊലപാതകം ഇപ്പോഴും ഭയത്തോടെയാണ് പലരും ഓർക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ലതേഷിനെ ബോംബെറിഞ്ഞ് ഭീതി പരത്തിയ ശേഷമാണ് RSS പ്രവർത്തകർ വെട്ടിക്കൊന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ലതേഷ് കൊലക്കേസിൽ 17 വർഷത്തിന് ശേഷം കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 7 RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ. പ്രതികൾ 1,40,000 രൂപ വീതം പിഴയൊടുക്കണമെന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. 2008 ഡിസംബർ 31 വൈകിട്ട് 5:30 തലായി കടപ്പുറത്ത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. ഈ കേസിലാണ് RSS BJP പ്രവർത്തകരായ P സുമിത്, KK പ്രജീഷ്, B നിധിൻ, K സനൽ, സ്മിജോഷ്, സജീഷ്, V ജയേഷ് എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 9 മുതൽ 12 വരെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരം 35 വർഷം തടവും 1,40,000 രൂപ പിഴയുമാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത്. തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. സാക്ഷികളെ RSസുകാർ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിയിട്ടും പ്രതികൾക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിയിക്കാനായെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PK വർഗീസ് പറഞ്ഞു. പ്രോസിക്യൂഷനിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് കോടതിയോട് ആവശ്യപ്പെട്ടോ ആ ചാർജ് ഷീറ്റ് വരെയുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 1 മുതൽ 7 വരെ പ്രതികളെ സെക്ഷൻ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും ഓരോ പ്രതിയും 50,000 രൂപ പിഴയും. പിന്നെ ഇതിനകത്ത് 7ാം സാക്ഷി മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഈ കേസിൽ കൂറുമാറിയെങ്കിൽ പോലും മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുറ്റത്തിന്, അതായത് 307 വകുപ്പ് പ്രകാരം എല്ലാ പ്രതികളെയും 10 വർഷം തടവും ഓരോ പ്രതിയും 20,000 രൂപ പിഴ കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട്. ക്രൂരമായ കൊലപാതകമാണ് പ്രതികൾ നടത്തിയതെന്നും ശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ലതേഷിന്റെ സഹോദരി സോണിയ പ്രതികരിച്ചു. മഴു, വടിവാൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ലതേഷിന്റെ ശരീരത്തിൽ 25 ആഴത്തിലുള്ള മുറിവുകളേറ്റെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ലതേഷിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരെ CPMലേക്ക് എത്തിച്ചതിനുള്ള പ്രതികാരമായിരുന്നു കൊലപാതകം. ന്യൂസ് 18 കണ്ണൂർ. വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഒന്നില്ലെങ്കിൽ അതിനെ കെട്ടിയിട്ട് വളർത്തണം, ഇല്ലെങ്കിൽ പണി പിന്നാലെയുണ്ടെന്ന് ഓർത്തോണം കേട്ടോ. തിരുവനന്തപുരത്ത് +2 വിദ്യാർത്ഥിനിയെ നായകടിച്ച സംഭവത്തിൽ നായ്ക്കളുടെ ഉടമയ്ക്കെതിരെ കേസെടുത്തു. കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് ശ്രീകാര്യം പോലീസിന്റെ നടപടി. മൺവിള സ്വദേശിനി അന്ന മരിയയ്ക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
2 പട്ടികൾ ഓടി വന്ന് ആദ്യം ഇവളുടെ മുടിയിൽ പിടിച്ചു, ഇവൾ ബാഗ് ഇട്ട് അടിച്ചു. എന്നിട്ട് അപ്പോൾ അടുത്ത പട്ടി എന്ന് എൻ്റെ പുറത്തോട്ട് ചാടി. അപ്പോൾ ഞാൻ വീണിട്ട് ഈ പട്ടി കാലിൻ്റെ അടിയിൽ ഇങ്ങനെ കടിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറേ വിളിച്ചു. അപ്പോൾ അവൾ ബാഗ് ഇട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് കല്ലൊക്കെ ഇട്ട് എറിയാൻ നോക്കി. അത് വിട്ടിട്ട് എൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് മേളിലോട്ട് കയറി. അപ്പോഴത്തേനും ഞാൻ മാറ്റിയായിരുന്നു. അത് എന്നിട്ട് എൻ്റെ വയറിൻ്റെ അവിടെ നിന്ന് മാന്തി. അപ്പോൾ ഞാൻ എൻ്റെ വായിൽ പിടിച്ച് മൂക്കുമൊക്കെ ആയിട്ട് ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വായിൽ കൂടെ ഇതിൻ്റെ ദശയും ഈ ബ്ലഡും എല്ലാം കൂടി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് മടങ്ങി വരവെ ശ്രീകാര്യം പോങ്ങുമൂട് വെച്ച് 2 വളർത്തുനായ്ക്കൾ ചേർന്ന് വിദ്യാർത്ഥിനിയെ ആക്രമിക്കുകയായിരുന്നു. ഒരു കുട്ടി ബാഗ് കൊണ്ടടിച്ച് നായ്ക്കളെ പ്രതിരോധിച്ചു. അതേസമയം അന്ന നിലത്ത് വീണതോടെ കാലിൽ നായ കടിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ നിലവിളി കേട്ട് എത്തിയ നാട്ടുകാരാണ് കുട്ടിയെ രക്ഷിച്ചത്. നാട്ടുകാർ അടിച്ചിട്ടും കടിവിടാൻ നായ്ക്കൾ ആദ്യം തയ്യാറായിരുന്നില്ല. കാലിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നൽകി. ശസ്ത്രക്രിയ പോലും ദുഷ്കരമായ നിലയിൽ ആഴത്തിലുള്ള മുറിവുകളാണ് കുട്ടിയുടെ കാലിലുണ്ടായത്. അക്രമകാരികളായ നായകളെ ഉടമ അലക്ഷ്യമായി അഴിച്ചുവിട്ടതാണ് സംഭവത്തിന് കാരണമായതെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. എൻ്റെ മോളുടെ ലൈഫിൽ അംബിഷൻ ഉണ്ടായിരുന്നു. ആ അംബിഷൻ വെച്ച് ഫിസിക്കൽ ടെസ്റ്റും ഒക്കെ ആവശ്യമുള്ളതാണ്. അതൊരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് അവൾ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യം അങ്ങനത്തെ സ്കാറും കാര്യങ്ങളും ഉള്ളപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും ഇനി വിജയിക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. രാവിലെ ആയപ്പോൾ ആൾക്ക് നല്ല മുറിവായിരുന്നു. നല്ല സെഡേഷൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം ആൾക്ക് അത്രയും വേദന ഫീൽ ചെയ്തില്ല. ഇന്നിപ്പോൾ രാവിലെ ഞാൻ മോളുടെ ഡ്രസ്സ്, അവർ തന്ന ഡ്രസ്സ് അതോടുകൂടി ഞാനിവിടെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. അതെടുത്ത് കയറിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിനകത്തൊന്ന് നോക്കിയപ്പം ചങ്ക് തകർന്നു പോയി. കാര്യം എൻ്റെ മോളുടെ ഫ്ലഷ് പിഞ്ഞ് അതിനകത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഫോട്ടോ എടുത്തു പോലീസിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പോലീസ് വന്നു മൊഴിയെടുത്തു. അപ്പോൾ ആ ഡ്രസ്സെല്ലാം കൂടെ കൊണ്ടുപോയി കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോങ്ങുമൂട് ബാപ്പുജി നഗർ സ്വദേശി കബീറിനെതിരെ കുട്ടിയുടെ പിതാവ് ശ്രീകാര്യം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൈന്യത്തിലും മറ്റും ഉപയോഗിക്കുന്നതിനാണ് ബെൽജിയൻ മലിനോയിസ് ഇനത്തിൽപ്പെട്ട നായ്ക്കൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ്നാട് വ്യവസായി ഡി മണിക്ക് ക്ലീൻ ചിറ്റ്. മണിക്ക് കേസിൽ പങ്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. വിദേശ വ്യവസായിയുടെയും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ 8 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇയാൾക്ക് കേസിൽ നേരിട്ട് പങ്കില്ലെന്ന നിഗമനത്തിൽ SIT എത്തിയത്. എന്നാൽ മണിയുടെ യാത്രാരേഖകളും ബാങ്ക് ഇടപാടുകളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനിടെ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ജയശ്രീയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും ഡി മണി ഉൾപ്പെട്ടിരുന്ന അന്താരാഷ്ട്ര സംഘം ലക്ഷ്യമിട്ടിരുന്നതായി രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വിദേശ വ്യവസായി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തത്. ശബരിമലയിൽ സാധാരണ ഭക്തനായി ദർശനത്തിന് എത്താറുണ്ടെന്നും എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ ദേവസ്വം ഉദ്യോഗസ്ഥരെയോ അറിയില്ല എന്നായിരുന്നു മണിയുടെ മൊഴി. സ്വർണം ഉരുക്കിയെടുക്കുന്നതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്താണ് ശബരിമലയിൽ നടന്നതെന്നാണ് വിദേശ വ്യവസായിയുടെ മൊഴി. 2019-20 കാലഘട്ടത്തിൽ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും ഇതിന് ഒരു ദേവസ്വം ഉന്നതൻ കൂട്ടുനിന്നു എന്നും മൊഴിയിലുണ്ട്. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഡി മണിക്ക് നിലവിൽ പങ്കില്ലെന്ന് കോടതിയെ അറിയിച്ചെങ്കിലും ഇയാളുടെ യാത്രാരേഖകളും ബാങ്ക് ഇടപാടുകളും SIT വിശദമായി പരിശോധിച്ചു വരികയാണ്. കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി പ്രവാസി വ്യവസായിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വീണ്ടും ചോദ്യം ചെയ്യും. ഡി മണി എന്ന പേരിനെക്കുറിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിരുന്ന S ജയശ്രീയെ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിലാണ് S ജയശ്രീ SITക്ക് മുന്നിൽ ഹാജരായത്. ഇഞ്ചിക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് നിർണായകമായ ചോദ്യം ചെയ്യൽ നടന്നത്. 2019 ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വിട്ടുകൊടുക്കണം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണം എന്ന് തിരുത്തിയത് ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിരുന്ന ജയശ്രീയാണ്. ഇവരുടെ മൊഴി കേസിൽ നിർണായകമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. RDX അടങ്ങിയ ഒരു ബോംബ് കോടതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്.
ഉച്ചയ്ക്ക് 1:15 മുൻപ് ജഡ്ജിമാരെ ഒഴിപ്പിക്കണം. സംസ്ഥാനത്തെ വിവിധ കോടതികളിലെത്തിയ വ്യാജ ബോംബ് ഭീഷണിയാണിത്. കാസർഗോഡ്, ഇടുക്കി, പത്തനംതിട്ട ജില്ലാ കോടതികളിലും മഞ്ചേരി, തലശ്ശേരി കോടതികളിലുമാണ് ഇമെയിൽ വഴി സന്ദേശമെത്തിയത്. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലയിടത്തും കോടതി നടപടികൾ തുടങ്ങി. ഇമെയിൽ മുഖേനയാണ് വിവിധ കോടതികളിൽ ബോംബ് ഭീഷണി സന്ദേശമെത്തിയത്. ലക്ഷ്യമിടുന്നത് ശ്രീലങ്കൻ ഈസ്റ്റർ മോഡൽ ആക്രമണം എന്നാണ് മെയിലിലെ ഉള്ളടക്കം. കോടതിക്ക് സമീപം റിമോട്ട് കൺട്രോൾ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ബോംബുകൾ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്നും സന്ദേശത്തിലുണ്ട്. മുഹമ്മദ് അസ്ലം വിക്രം എന്നയാളുടെ പേരിലാണ് സന്ദേശമെത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശമെത്തിയത് പുലർച്ചെ 3:22 നിങ്ങളുടെ കോടതി സമുച്ചയത്തിൽ മനുഷ്യ ചാവേർ ബോംബുണ്ട്. സ്ഫോടനത്തിന് മുൻപ് ഉച്ചയ്ക്ക് 1:15 മുൻപായി ജഡ്ജിമാരെ ഒഴിപ്പിക്കുക എന്നായിരുന്നു സന്ദേശം. ഭീഷണി സന്ദേശത്തെ തുടർന്ന് കോടതി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. 1.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം 12:30 കോടതി പ്രവർത്തനം വീണ്ടും തുടങ്ങിയത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് എല്ലാവരെയും കോടതി വളപ്പിലേക്ക് പ്രവേശിപ്പിച്ചത്. കോടതി ഇരിക്കാത്ത സാഹചര്യം വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ സംശയം തോന്നിയപ്പോഴും പോലീസുകാർ ഡോഗ് സ്ക്വാഡുമായിട്ട് വരാന്തയിലൊക്കെ വരുന്നത് കണ്ടത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ബോംബ് ത്രെട്ട് കോടതിക്കുണ്ട്. പിന്നെ വിശദമായ പോലീസ് പരിശോധന നടത്തി. ഇപ്പം എല്ലാ കോർട്ട് ഹാളിലും അതുപോലെ ഓഫീസ് റൂമിൽ കോടതി ബിൽഡിംഗ് മുഴുവൻ ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു, പോലീസുകാർ പരിശോധിച്ചു. ഇപ്പം ബോംബൊന്നും ഇല്ലാന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പരിശോധനയിൽ ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് മനസ്സിലായി. സന്ദേശം തമിഴ്നാട്ടിൽ നിന്നാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ കോടതിയുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. വിക്രം രാജഗുരു എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്നാണ് സന്ദേശം അയച്ചത്. തമിഴ്നാട് പോലീസിനെയും ചില രാഷ്ട്രീയ സംഘടനകളെയും പരാമർശിക്കുന്ന നീണ്ട കുറിപ്പാണ് വന്നിട്ടുള്ളത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിലാണ് സന്ദേശം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് കോടതി ജീവനക്കാരെയും കേസുകൾക്കായി എത്തിയ കക്ഷികളെയും അഭിഭാഷകരെയും ഉൾപ്പെടെ എല്ലാവരെയും കോടതി പരിസരത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നു. മറ്റു കോടതികളിലും സമാന സന്ദേശമാണ് എത്തിയത്. പത്തനംതിട്ട, ഇടുക്കി, മഞ്ചേരി, തലശ്ശേരി കോടതികളിലും ബോംബ് സ്ക്വാഡ് അടക്കം വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് നടപടികൾ ആരംഭിച്ചത്. വ്യാജ സന്ദേശത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സൈബർ പോലീസിന്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വ്യാജ ബോംബ് ഭീഷണിയിൽ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീഷണിയിൽ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കാസർഗോഡ് കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആശങ്ക പരത്തി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ഭീഷണി. 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കയറിയാണ് 3ാം വർഷ വിദ്യാർത്ഥി ഷംഷാദ് ആത്മഹത്യാ ഭീഷണി മുടക്കിയത്. ഒടുവിൽ പോലീസ് എത്തി അനുനയിപ്പിച്ചാണ് വിദ്യാർത്ഥിയെ താഴെ ഇറക്കിയത്. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് കോളേജിനെതിരെ സമരം നടത്തുന്നുവെന്ന് ആരോപിച്ച് സസ്പെൻഡ് ചെയ്തതാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ. സംഭവത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 5 നില കെട്ടിടത്തിന് മുകളിൽ കയറിയാണ് വിദ്യാർത്ഥി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. BA അറബിക് 3ാം വർഷ വിദ്യാർത്ഥി ഷംഷാദാണ് ഭീഷണി മുടക്കിയത്. കോളേജിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ച് വിദ്യാർത്ഥിക്ക് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് സംഭവം. ഒടുവിൽ ബേക്കൽ പോലീസ് എത്തി അനുനയിപ്പിച്ച് വിദ്യാർത്ഥിയെ താഴെയിറക്കി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് കോളേജിനെതിരെ സമരം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം താൻ അത്തരത്തിൽ വിദ്യാർത്ഥികളെ കൂട്ടി സമരത്തിന് ഒരുങ്ങിയില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഷംഷാദ് പ്രതികരിച്ചു. കോളേജിൽ പെൺകുട്ടികളോട് സംസാരിക്കുന്നതിനും ആർട്സ് ഡേയ്ക്കും സ്പോർട്സ് ഡേയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതേ തുടർന്നാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതെന്നും ഇയാളും ഒപ്പമുള്ളവരും പറയുന്നു. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് ഓങ്ങല്ലൂരിലെ ഒരു കവർച്ചാ കേസാണ് പോലീസ് പട്രോളിംഗ് പരിശോധിക്കുന്നത്. വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയിലാണ് മോഷണം നടന്നത്. 30 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ മോഷണം പോയി. നിരവധി സാധനങ്ങൾ കേടുവരുത്തിയിട്ടുണ്ട്. 2 വർഷം മുൻപ് ഇവിടെ സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു.
ചെയ്യാനിരിക്കുന്ന ഓങ്ങല്ലൂർ വല്ലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മോട്ടോറുകൾ, വിവിധ മീറ്ററുകൾ, ഇലക്ട്രിക് വയറുകൾ, അലുമിനിയം ഫാബ്രിക്കേഷൻ, ലാബ് ഉപകരണങ്ങൾ ഉൾപ്പെടെ മോഷണം പോയിട്ടുണ്ട്. 2024 സമാനമായ മോഷണം ഇവിടെ നടന്നിരുന്നു. നിരവധി സാധന സാമഗ്രികൾ കേടുവരുത്തിയിട്ടുമുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോക്കുപടിയിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ 10 MLD ജലശുദ്ധീകരണശാലയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്തെ കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ കോടികളുടെ നികുതി വെട്ടിപ്പ്. ഓപ്പറേഷൻ ക്രൂക്ക് ഷാങ്സ് എന്ന പേരിൽ സംസ്ഥാന GST വകുപ്പ് ഇന്റലിജൻസും എൻഫോഴ്സ്മെന്റ് വിഭാഗവും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പ്രഥമദൃഷ്ട്യാ 80.14 കോടി രൂപയുടെ വിറ്റുവരവ് വെട്ടിപ്പും 4.42 കോടിയുടെ നികുതി വെട്ടിപ്പും കണ്ടെത്തി. കോഴിക്കോട് നഗരത്തിൽ വീണ്ടും വൻ ലഹരിമരുന്ന് വേട്ട. 200 ഗ്രാമോളം MDMAയുമായി കോവൂർ സ്വദേശി അരുൺകുമാർ പിടിയിൽ. ഇത് 3ാം തവണയാണ് ഇയാൾ MDMAയുമായി പിടിയിലാകുന്നത്. കർണാടക ചിക്കമംഗളൂരുവിലെ കടൂർ താലൂക്കിൽ 16-കാരിയെ പെൺവാണിഭത്തിൽ വിറ്റ സംഭവത്തിൽ പിതാവും മുത്തശ്ശിയുമടക്കം 3 പേർ അറസ്റ്റിൽ. കുട്ടിയെ പീഡിപ്പിച്ചവർക്കായി അന്വേഷണം തുടർന്ന് പോലീസ്. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അവരെക്കുറിച്ച് വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഉണ്ടാകും. കുട്ടികളെ മികച്ച സ്കൂളിൽ പഠിപ്പിക്കും, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകും. എന്നാൽ മക്കളോട് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ കേൾക്കാനും നിങ്ങൾ സമയം കണ്ടെത്താറുണ്ട്. സ്കൂളിൽ പോയി വരുമ്പോൾ കുട്ടികൾക്ക് കുറേ വർത്തമാനങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാനുണ്ടാകും. എന്നാൽ ജോലി തിരക്കും മറ്റും കാരണം അച്ഛനമ്മമാർക്ക് സമയം കിട്ടാറില്ല. അങ്ങനെ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി കഴിയുന്ന കുട്ടികളുണ്ട്. ഒരിക്കൽ അവർ പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാം. ഇടുക്കി വെൺമണിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കുന്നതാണ്. വെൺമണി സ്വദേശിനി ആദിലാങ്കണിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അവൻ്റെ അച്ഛൻ ബിസിനസ്സുകാരനാണ്, അമ്മ വിദേശത്തും. മക്കളെ ചേർത്ത് പിടിക്കാൻ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവർക്കത് ആത്മവിശ്വാസമാണ്. ഒരിക്കലും ഇതുപോലെ ദുരന്തത്തിൽ കലാശിക്കേണ്ടതല്ല നിങ്ങളുടെ കുട്ടികളുടെ ജീവിതമെന്ന് ഓർമ്മ വേണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.